പരമപരിശുദ്ധനായ ദൈവത്തോടൊപ്പം വിശുദ്ധിയിൽ ജീവിക്കേണ്ട ഇസ്രായേൽ ജനത്തിന് അതിൻ്റെ ധാർമ്മികവും സാമൂഹികപരവുമായിട്ടുള്ള മാനങ്ങൾ വെളിവാക്കുന്നതാണ് ലേവ്യരുടെ പുസ്തകം 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന ഹോളിനെസ് കോഡ്. പ്രധാനമായും ദൈവം പരമപരിശുദ്ധനാണ്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നർത്ഥം. അപ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെ കർത്താവിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്നാണ് അവിടെ വ്യക്തമാക്കുക. ഇനി അതിൻ്റെ ധാർമ്മികവും സാമൂഹികവുമായിട്ടുള്ള മാനങ്ങളിൽ കർത്താവ് അവരോട് പറയുന്നു, കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക, പാവങ്ങളോട് കരുതലുള്ളവരാവുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ജോലിക്കാരോട് മാന്യമായി പെരുമാറുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ബലികളിലും ലൈംഗികതയിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നു ജൂബിലി വർഷം, എല്ലാം തിരിച്ചു പിടിക്കേണ്ട വർഷം. ഭൂമി തിരിച്ചു പിടിക്കുന്നു, അടിമത്തം അവസാനിപ്പിക്കുന്നു, സാമ്പത്തിക സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു, എല്ലാം തിരിച്ചു പിടിച്ച് സമത്വസുന്ദരമായിട്ടുള്ള ജീവിതം. ദൈവം ഒരിക്കലും അടിമത്തം തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അവസാനം അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. അനുസരിക്കുന്നവന് സമാധാനവും ഐശ്വര്യവും, അനുസരിക്കാത്തവന് അച്ചടക്കവും വിപ്രവാസവും. വിപ്രവാസം പറയുമ്പോഴും വീണ്ടും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നു. കരുണയിൽ, ദയയിൽ, എല്ലാം നീതിയിൽ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് നിയമാനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണമല്ല, മറിച്ച് ആന്തരികമായിട്ടുള്ള പരിവർത്തനമാണ്. ഈ നോമ്പുകാലം അതിനുള്ളതാകട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ, സഹോദരങ്ങളോട് കരുതലുള്ളവരാകുവാൻ, ദൈവത്തോട് വിശ്വസ്തയോടെ ജീവിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.